സൗകര്യമില്ല. കാരണം എന്റെ ഹസ്ബൻഡിന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങള് കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂമും ബ്രൈഡും ഗ്രൂമുമായി എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ നെഗറ്റീവുകൾക്ക് എടുത്ത് ട്രോളാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഗ്രൂം ആരാന്നും ബ്രൈഡ് ആരാന്നും പറയാനുള്ള വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക്. പക്ഷെ എന്നാലും അങ്ങ് പറഞ്ഞു കൊടുത്തതാണ് എന്നിട്ട് ട്രോളട്ടെ എന്ന് ഓർത്തിട്ട്. കണ്ടന്റ് ആവട്ടെ. എന്നെ കൊണ്ട് ഉപജീവിക്കുന്ന കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. സോ അവർക്ക് ഒരു ദിവസം ഞാൻ എന്റെ ഒരു വീഡിയോ കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ കഞ്ഞി കുടിക്കുമെന്ന് ഓർത്ത് ഞാൻ ആകെ സങ്കടത്തിലാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഗ്രൂമും ഗ്രൂമും. സുധിച്ചേട്ടനെ ഞാൻ ബ്രൈഡും ആക്കി, എന്നെ ഗ്രൂമും ആക്കി. തിരിഞ്ഞും മറിഞ്ഞും പോയി. അതാണ് രേണുസുതി 24 മണിക്കൂറും കണ്ടന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കണ്ടന്റ് ചെയ്ത് അവളെ കുറ്റം പറഞ്ഞു. ഇവള് ചെയ്യുന്ന അതേ പരിപാടി തന്നെ നിങ്ങളും ഈ സോഷ്യൽ മീഡിയ കയറി കാണിക്കുന്നത്. 24 മണിക്കൂർ അവളുടെ കണ്ടന്റ് എടുത്ത് ചെയ്ത് അവളെ ഇത് പറയും. സോഷ്യൽ മീഡിയയിലേക്ക് പോയിന്റ് ഇട്ടായിരുന്നു. ഇപ്പൊ വട കണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നത് സമ്മതിച്ചു. സോഷ്യൽ മീഡിയയിലേക്ക് പോയിന്റ് ഇട്ടായിരുന്നു. അത് കേട്ട് നിങ്ങൾ അവരെ പറയും. അപ്പൊ നിങ്ങൾ അവളും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾക്ക് നിങ്ങൾ സെയിം സാധനം തന്നെ അവരെ കുറ്റം പറഞ്ഞു. അവര് സാധനം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ അവരെയും കുറ്റം പറഞ്ഞു. അപ്പൊ നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾക്ക് അവരെക്കാളിൽ എന്ത് വ്യത്യാസമുള്ളത്? അപ്പൊ ഗായ്സ്, നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇപ്പം അറിയാലോ എല്ലാവർക്കും, രേണുസുതി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം യൂട്യൂബ് അല്ല സോഷ്യൽ മീഡിയ മൊത്തം. നമ്മൾ നോർമലി ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തും എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ ഒരു അഭിപ്രായം പറയാം. പക്ഷെ ഇന്നത്തെ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിപരീത അഭിപ്രായങ്ങളാണ്. അപ്പം ഞാനും ഇവൾക്കും തമ്മിലുള്ള വ്യത്യസ്ത അഭിപ്രായം നിങ്ങളിലേക്ക് പറയുകയാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതും കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതായത് രേണുസുതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? രേണുസുതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. പുള്ളിക്കാരി ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. കുറെ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറഞ്ഞു വരാം. അപ്പൊ നിന്റെ അഭിപ്രായം നീ പറയും. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ രേണുസുതിയുടെ കുറെ കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. എന്നാൽ പോലും നീ ആയിരിക്കും കൂടുതൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള. ഞാൻ കൂടുതൽ ചെയ്തിട്ടില്ലേ പോലും ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് വിയോജിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്ന കാര്യമുണ്ട്. അതായത് രേണുസുതി എന്ന വ്യക്തിനെ അനാവശ്യമായിട്ട് കിടന്ന് ഈ സോഷ്യൽ മീഡിയ ആൾക്കാരെല്ലാം കൂടെ ഓവറായിട്ട് ട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവറായിട്ട് ഈ കണ്ടന്റ് തന്നെ കൊണ്ടുപോകുന്നില്ല. എനിക്ക് വലിയ താല്പര്യമാണ്. കാരണം അവരുടെ വ്യക്തി താല്പര്യങ്ങൾ അവർ പറയുന്നു. പക്ഷെ രേണുസുതി ഇവരെ ട്രോൾ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഈ ഇത്രയും ട്രോൾ ചെയ്യാനായിട്ടുള്ള സംഭവം ഇട്ടിരുന്ന ആരാണ്? രേണുസുതി തന്നെയാണ്. ഇപ്പൊ ആദ്യത്തെ വീടിന്റെ ഇഷ്യൂ, അത് അച്ഛന്റെ കുറെ ഇഷ്യൂ, പ്രശ്നം ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവള് ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം കഴിക്കാൻ പോവാണ്. കല്യാണം കഴിക്കുന്നില്ല. പിന്നെ ഓരോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പറഞ്ഞു തരാം. ഞാൻ ചോദിച്ചോട്ടെ, ഈ രേണുസുതി കല്യാണം കഴിക്കുന്നുണ്ടോ കല്യാണം കഴിക്കുന്നത് അത് അവരുടെ വ്യക്തിപരമായ താല്പര്യം. അതിനകത്ത് നിങ്ങൾക്ക് ഇത്ര അതിന്റെ കാരണം എന്നാന്ന് വെച്ചാല് രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്ര ഫെയിം ആകാനുള്ള കാരണം എന്താണ്? സുധി എന്ന് പറയുന്ന ഒരു കലാകാരനാണ്. അപ്പൊ സുധിയുടെ പേര് പിടിച്ചാണ് ഇവള് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ഇപ്പൊ എന്താണ് സുധിച്ചേട്ടന്റെ മറ്റേ പൈസ ഇൻഷുറൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ അവൾക്ക് അത് വേണ്ടെന്നുള്ള രീതിയിലാണ് അവള് പറയുന്നത്. നിങ്ങൾക്ക് ഈ സുധീനെ രേണുസുതി പഠിച്ചു പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത്ര പ്രശ്നം ഞാനിക്കോട്ടെ. ഈ സുധി എന്ന് പറഞ്ഞ വ്യക്തി, ഈ വ്യക്തി മരിച്ചു പോകുന്നതിന് മുമ്പ് ആ മനുഷ്യൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും നിങ്ങൾ ഇത്ര സപ്പോർട്ട് അപേക്ഷ കൊടുക്കുക. ഈ മരിച്ചു പോയി കഴിയുമ്പോൾ അയാൾ കൊടുക്കുന്നതിന് 100 ലക്ഷം സപ്പോർട്ട് നിങ്ങൾ അന്നെന്താ കൊടുക്കാത്ത? അത്ര നിങ്ങൾ എന്നാ സുധി എന്ന് പറഞ്ഞ കലാകാരൻ അവിടെ ഉണ്ട്. ആ പുള്ളിക്കാരൻ ഇപ്പോൾ കോമഡി സ്റ്റാർസ് പരിപാടി, മറ്റേ ഒരു പരിപാടി എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പരിപാടിയുടെ പേര്. മറ്റേ നമ്മുടെ അനുമോള് വരെല്ലാം ഉള്ള പരിപാടി ഞാൻ ഇടയ്ക്കൊക്കെ കാണുന്ന ചെയ്തു. ആ പരിപാടി അവരിക്കുമ്പോൾ നിങ്ങൾ അന്നൊക്കെ ഈ ഇങ്ങനത്തെ ഒരു വ്യക്തിക്ക് അതിൻ്റെ ഇപ്പോൾ കൊടുക്കുന്നതിന് 10-1 സപ്പോർട്ടോ കാര്യങ്ങൾ അന്നൊന്നും കൊടുത്തില്ല. അതിന് പൊതുവെ കണ്ടുവരുന്നത് ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ലോകത്തില്ലാത്ത സപ്പോർട്ട് ഒന്നും കൊടുക്കും. അന്ന് നിങ്ങൾ ഒരു സപ്പോർട്ട് അയാൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും പൊക്കി പറയുന്നില്ല. അത് നിങ്ങൾ ഇന്ന് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ ചെയ്യുമ്പോൾ ഈ സുധിച്ചേട്ടൻ ഇങ്ങനെയാണ് സുധിച്ചേട്ടനെ പിടിച്ച് ഭാര്യനെ ടാർഗറ്റ് ചെയ്യുന്നില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ ലൈക്ക് എന്താ പറയാ, ഒരു വീടില്ലായിരുന്നു, അവർക്കൊന്നും ഇല്ലായിരുന്നു, 2 പിള്ളേരുണ്ടായിരുന്നു, ഈ പുള്ളിക്കാർക്ക് ജോലി ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കലാകാരനായിരുന്നു മരിച്ചു പോയത്. അപ്പൊ അതുകൊണ്ടാണ് വീട് കൊടുക്കാനൊക്കെ സപ്പോർട്ട് ചെയ്ത് വീടൊക്കെ കൊടുത്തു. അന്ന് രേണുസുതി എങ്ങനെയായിരുന്നു? ഞങ്ങളെ വീട് നന്ദി, സുധിച്ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു, മറ്റതാണ് മറിച്ചതാണ്, ആൾക്കാരുടെ കാല് തൊഴുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് നോക്കുക. അപ്പം അതുമല്ല. അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പിന്നെ എന്ത് പറയുന്നത്? 24 മണി ജീവിതകാലം മൊത്തം അയ്യോ നിങ്ങൾ എനിക്ക് വീട് വെച്ച് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണമെന്നാണോ? നന്ദി എന്ന് പറയേണ്ടതിനല്ല, നന്ദി എന്ന് പറയണമെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഒരു വീട് കൊടുത്ത് അല്ല നന്ദി പറയണമെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ആ വീട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു സാധനം ഔദാര്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെച്ച് എന്ത് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ എന്താ? അതല്ല പറയാ, ഞാനൊരു കാര്യം, നീ എനിക്കൊരു സാധനം തന്നു,
ചിലപ്പോൾ ഫ്രീ ആയിട്ടൊരു സംഭവം തന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് കൊള്ളത്തില്ല മറ്റേതാ മറിച്ച് അത് ചോരുന്നതാ മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഇപ്പൊ എനിക്കൊരു സാധനം കിട്ടി, ഓസിനാണെങ്കിലും സാധനം കിട്ടിയെന്ന് വെച്ചോ, അത് മോശമാണല്ലേ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഏതായാലും ഫ്രീ ആയിട്ട് തന്ന സാധനമല്ലേ, അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ ഏതായാലും ഫ്രീ ആയിട്ട് തന്ന സാധനം എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള പരിഹാരം ചെയ്തോളം പറയാൻ പറ്റില്ല. അല്ല, ഒരാൾക്ക് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഇതിനെ ഓർക്കുന്നത്. ഞാൻ ഒരാൾ ഓസിന് അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ഒരു സാധനം കൊടുത്തു, ആ സാധനത്തെ കുറിച്ച് അവരെന്ത് നല്ലത് മാത്രമേ പറയണം, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ സ്വീകരിച്ചു, ഓക്കെ സംഭവിച്ചു. സ്വീകരിച്ച് കഴിഞ്ഞ് കുറെ കാര്യം കഴിഞ്ഞപ്പോഴായിരിക്കുന്ന വീടിന്റെ കേസ് ഞാൻ പറയാം. വീടിന്റെ കേസ് ഞാൻ വലിയ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പോലും വീടിന്റെ കേസിൽ അവർക്ക് കുറെ കഴിയുമ്പോൾ അവിടെ ചോർച്ചയുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അതൊക്കെയാണ് ഏറ്റവും വലിയ ട്രോളൊക്കെ ആയിട്ട് കണ്ടേ, അല്ലെങ്കിൽ ആൾക്കാർ പ്രശ്നമില്ലേ. അത് പറഞ്ഞ് നിങ്ങൾ വെറുതെ വെച്ച് കൊടുത്തല്ലേ, അതിനകത്ത് ഒരു കുറ്റം പറഞ്ഞെങ്കിൽ ഓക്കെ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ പിന്നെ അതെടുത്ത് കണ്ടന്റ് ആക്കേണ്ട ആവശ്യം എന്താ? ഒരു പ്രാവശ്യം എടുക്കുന്നതിന് കുഴപ്പമില്ല, ഇത് ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് പിന്നെ സമ്മതിച്ചു. ആ വീടിന്റെ കാര്യം പോട്ടെ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. അതല്ല ഞാൻ പറഞ്ഞില്ല, ഒരു മനുഷ്യനും 100% ശരി മാത്രം ചെയ്യുന്നില്ല. അന്ന് ഞാൻ ചോദിക്കട്ടെ, രേണുസുതി 24 മണിക്കൂർ കണ്ടന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ കണ്ടന്റ് ചെയ്യുന്നത് അവളെ കുറ്റം പറഞ്ഞു. ഇവള് ചെയ്യുന്ന അതേ പരിപാടി തന്നെ നിങ്ങളും ഈ സോഷ്യൽ മീഡിയ കയറി കാണിക്കുന്നത്. 24 മണിക്കൂർ അവളുടെ കണ്ടന്റ് എടുത്ത് ചെയ്ത് അവളെ ഇത് പറയും. സോഷ്യൽ മീഡിയയിലേക്ക് പോയിന്റ് ഇട്ടായിരുന്നു. ഇപ്പൊ വട കണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നത് സമ്മതിച്ചു, സോഷ്യൽ മീഡിയയിലേക്ക് പോയിന്റ് ഇട്ടായിരുന്നു. അത് കേട്ട് നിങ്ങൾ അവളെ പറയും. അപ്പൊ നിങ്ങൾ അവളും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ സെയിം സാധനം തന്നെ അവരെ കുറ്റം പറഞ്ഞു, അവര് സാധനം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ അവരെയും കുറ്റം പറഞ്ഞു. അപ്പൊ നിങ്ങൾ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾക്ക് അവരെക്കാളിൽ എന്ത് വ്യത്യാസമുള്ള? അങ്ങനെ വെച്ചല്ല, അതായത് ഓരോ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇപ്പം ഞാൻ പറയാം, രേണു സുധിക്ക് നമ്മൾ വീട് കൊടുത്ത കാര്യം, അത് കേൾക്കണം. വീട് കൊടുത്ത കാര്യം, ആ വീട്ടിൽ ഓരോ പ്രശ്നം വരുമ്പോ എന്തുകൊണ്ട് ഇവക്ക് ചെയ്തുകൂടാ? ഇത്രയും ആൾക്കാർ സഹായം ചെയ്തിട്ടാണല്ലോ ഇവള് വളർന്നു വന്നത്. ഇത്രയും ആൾക്കാരുടെ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. അതൊക്കെ പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ സംഭാവന കൊടുത്താലും തിരിച്ചു മേടിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ സാധനം ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു തന്നു നോക്കണം. അതെന്ത് എന്നാ പിന്നെ ആ പരിപാടി ചെയ്യാൻ പോലെ. അങ്ങനെയൊന്നുമല്ല, വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോ ഇവൾക്ക് വാടകയ്ക്ക് താമസിച്ച അന്ന് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ പൈസ ആയി, ഇപ്പൊ മറ്റേ മുടി ഇതാക്കാനും മറ്റേ ഗ്ലൂട്ടാത്തയും എടുക്കാനൊക്കെ പൈസ ഉണ്ട്. അപ്പൊ ആ പൈസ ഒക്കെ തിരിച്ചു കൊടുത്താൽ എന്ത്? ഏത് പൈസ? അവര് വീട് വെച്ച് കൊടുത്ത പൈസ അല്ലല്ല, പണ്ട് വാടകയ്ക്ക് താമസിച്ച പൈസ ഇപ്പോഴും കൊടുക്കാൻ കിടക്കുന്നുണ്ട്. പിന്നെ ആ സ്ഥലം കൊടുത്തതിന് അവള് പറഞ്ഞു എന്താണ്, പട്ടിക്കാട്ടിലാണ് സ്ഥലം കൊണ്ട് കൊടുത്തത്, വണ്ടി വരാത്ത സ്ഥലത്താണ്. പക്ഷെ എത്ര വ്ളോഗർമാരെ അവിടെ ചെന്നപ്പോ അവിടെ വണ്ടി വരുന്നതാണ്. അതുപോലെ അവള് വണ്ടി വീടിന്റെ കാര്യം ഓക്കെ, കുറെയൊക്കെ സമ്മതിക്കാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന അവളെ കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന അവളെ ഇട്ട് തരുന്നു പറയുന്നു. ഈ ഇട്ട് തരുന്നത് നിങ്ങൾ 24 മണിക്കൂർ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അത് മാത്രം പറഞ്ഞു. കാരണം ഉണ്ടല്ലോ, ഈ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ വളർന്നു ഒന്നുമില്ല. ഇപ്പൊ ആക്ച്വലി പറയുവാണെങ്കിൽ അഭിനയിക്കാൻ അറിയത്തില്ല, പാട്ട് പാടാൻ അറിയത്തില്ല, ലൈക്ക് ഈ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നീ യോജിക്കുന്നുണ്ടോ? കഴിവുണ്ടെന്നല്ല, ഞാൻ അതല്ല പറയുന്നത്. നെഗറ്റിവിറ്റി മാത്രമാണ് തന്നിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, അവൾക്ക് നീ ഇവിടെ നിൽക്കണം, നിനക്ക് ജീവിക്കണമല്ലോ. അവൾക്ക് ജീവിക്കാൻ വേണ്ടി അവൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് മറ്റുള്ളവർക്ക് കളിപ്പ് അവൾ അഭിനയിക്കുന്ന മോശമാണെന്ന് വെച്ചോ, ഓക്കെ മോശമാകട്ടെ. 24 മണിക്ക് അവൾ ചെയ്യുന്ന മോശം. അവൾക്ക് പൈസ ഉണ്ടാക്കാൻ അവൾ നോക്കുന്നേ. ഈ ചെയ്യുന്ന നിങ്ങളും ഈ യൂട്യൂബേഴ്സും അനാവശ്യമായിട്ട് ഈ കണ്ടന്റ് ഉണ്ടാകുന്നത് ആഫ്റ്റർ ഓൾ പൈസ ഉണ്ടാക്കാൻ തന്നെയാണല്ലോ നിങ്ങൾ യൂട്യൂബിൽ കണ്ടന്റ് ഇടുന്നത്. 24 മണിക്കൂർ രേണുസുതിന് എത്ര വീഡിയോസ് ഉണ്ട്? കുറെ പച്ചക്കൂലും വെള്ളക്കൂലും ചോലക്കൂലും എന്ന് പറഞ്ഞാൽ എത്ര വീഡിയോ ഉണ്ട്? 24 മണിക്കൂർ ഈ കേസ് തന്നെ പിടിച്ചു ഈ കണ്ടന്റ് തന്നെ പറയും. ഇപ്പൊ സീക്രട്ട് ആയിട്ട് ചെയ്യുന്ന യൂട്യൂബർ ഉണ്ട്, ജനറൽ കണ്ടന്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. 24 മണിക്കൂർ അങ്ങനെ പോയി രേണുസുതിന്റെ കാര്യമുള്ള എന്തെങ്കിലും കോൺട്രവേഴ്സിയൽ സബ്ജക്ട് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ചർച്ച ചെയ്യും. ഓക്കെ, 24 മണിക്കൂർ രേണുസുതി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കണ്ടന്റ് ആക്കുന്ന, അതായത് മറ്റേ ഓരോ, അതായത് എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവള് ഈ നോർമലി ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തി അവള് മറ്റേ കഴിക്കുന്നതും അപ്പിടാൻ പോകുന്നതും കുളിക്കാൻ പോകുന്നതും വീഡിയോ എടുത്തിരുന്നു. അത് അവള് പൈസ കൊടുത്ത് വീഡിയോ എടുത്തിരുന്നു. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾ പിന്നെ അതിനെ നിങ്ങൾ ഇത്രയും വലിയ പറ അവൾ ഇങ്ങനെ ചെയ്യുന്നു. ഞാൻ കാര്യം ചെയ്യണം, എക്സാമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾ തന്നെ ഇങ്ങനെ അവൾ ചെയ്യുന്നൊക്കെ മോശം നിങ്ങൾ പറയുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ തന്നെ 24 മണിക്കൂർ അവളുടെ കണ്ടന്റ് ഇടുന്നതുകൊണ്ട് അവൾ റീച്ച് ആയി പോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ടന്റ് ഇടാതിട്ട് ഇത്ര പ്രശ്നമുണ്ട്. ഇപ്പൊ അവൾ പൈസ കൊടുത്തിരുന്ന കണ്ടന്റ് ഇട്ടോ അവർ തന്നെ ഇട്ടോട്ടെ, ഓക്കെ സമ്മതിച്ചു. നിങ്ങളൊരു 10 ദിവസം ഒരു മനക്കോ അതിനെ അല്ലെങ്കിൽ അതിനൊന്നും മാനിക്കാതെ നിങ്ങൾ കണ്ടന്റ് ഇടാതെ എത്ര ആൾ അവൾ പൈസ കൊടുത്തതിന് അവളുടെ കണ്ടന്റ് ഇട്ടോ കഴിക്കും. ലിമിറ്റ് കഴിയുമ്പോൾ ആൾക്കാർ കണ്ടില്ലെങ്കിൽ അവളുടെ ഇതാകത്തില്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ല. നിങ്ങൾ 24 മണിക്കൂർ അവളെ, നിങ്ങൾ ഇത് വലിയ കുറ്റവും പറഞ്ഞു 24 മണിക്കൂർ നിങ്ങൾ തന്നെ അവളെ പൊക്കി പറഞ്ഞ് സോഷ്യൽ മീഡിയ മൊത്തം അവളെ എത്രത്തോളം തരംഗമാകുന്നു. അത് നിങ്ങളുടെ പ്രശ്നമല്ലേ? ഇപ്പം ഞാനൊരു കാര്യം പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ രേണുസുതിനെ പ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു കഴിവുകളും കാര്യങ്ങളും ഒന്നുമില്ല. വന്നത് തന്നെ മറ്റേ ചാതു കുടഞ്ഞൊരു അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടാണ് പുള്ളിക്കാരി കയറി വന്നത്. ഓക്കെ, അപ്പൊ അത് ആൾക്കാർ കാണാനുള്ള കാരണം എന്താണ്?
സുധി എന്ന് പറയുന്ന ഒരാളുടെ വൈഫ് അവരെ സഹായിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ അവർക്കൊരു ഇമേജ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ആ സുധിയുടെ പേര് പറഞ്ഞ് വന്ന് ഇങ്ങനൊരു കുലം ഒരുമാതിരി ഒരു ഈ സാധനത്തിൽ അഭിനയിച്ച് നെഗറ്റിവിറ്റി ആയി. സോ അവൾ ഏറിപ്പോയി. പിന്നുള്ളത് ഫുൾ ഇങ്ങനെ എയറിലാണ്. ഇവളെ കണ്ട് ഒരുപാട് ആൾക്കാര് എന്താ പറയാ, നെഗറ്റീവാണ് നെഗറ്റീവ്, പോസിറ്റീവാണ് പോസിറ്റീവ്. കണ്ടോ അവൾക്കൊക്കെ കാശ് കിട്ടുന്നേ, അവൾക്ക് അതും ഇതും ചെയ്യുന്ന കണ്ടോ. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് വേണ്ട. അത് അവരുടെ മെന്റാലിറ്റിയുടെ തെറ്റാ. അത് അത്രയ്ക്ക് ഇവളെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ചിന്തിക്കുക. അത്രയും ബോധമില്ലാത്തവരാ അവർ. അതൊക്കെ അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണ്, ഏത് വയസ്സിലുള്ള ഇപ്പൊ കൊച്ചു കുട്ടികൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അവരുടെ മൈൻഡിൽ ഒരു ഇത് വരും, പഠിക്കുവൊന്നും വേണ്ട, അല്ലാതെയും കാശ് ഉണ്ടാക്കാം. പഠിത്തം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ ഇതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്താൽ മതി, എന്തായാലും പൈസ കിട്ടൂലേ. അങ്ങനെ ഒരു ചിന്ത എല്ലാവരുടെ കയ്യിൽ വരുന്ന ഒരു കാര്യമാണ്. മനസ്സിലായി. പക്ഷെ അതിനകത്ത് കാര്യമുണ്ട്. ഈ പറയുന്ന നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചിന്താഗതി വരുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരു ബേസിക് എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിയോട് ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവൻ അതാ ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കി. ഇന്നത്തെ കാലത്ത് ഒരു കൊച്ചിനോട് കാര്യം ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അവന് ക്യൂരിയോസിറ്റി ഇല്ല. ഇപ്പൊ അത് ചെയ്ത് എന്താണെന്നോ നിങ്ങൾ ഇപ്പൊ ഇത് പറഞ്ഞു, ഇങ്ങനെ രേണുസുതിയുടെ പരിപാടി കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ആവും, അങ്ങനെയാവും. ഈ പറയുന്നത് നിങ്ങൾ തന്നെ ഇങ്ങനെ ഈ രേണുസുതിയുടെ കാര്യം 24 മണിക്കൂർ ഈ കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ കാണാത്തവർ നിങ്ങൾ കണ്ടിട്ട് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക. കണ്ടുകൊണ്ട് അവർ ചോദിക്കും ഇതെന്താ പ്രശ്നം, അവർ തന്നെ പോയി കാണും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കിത് മൈൻഡ് ചെയ്താൽ ഒരു പ്രാവശ്യം ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്ന രീതിയിൽ ഒരു പ്രാവശ്യം ഒരു കാര്യം ഇത് ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിയാക്ട് ചെയ്ത് അതിന് വിടുക. 24 മണിക്കൂർ നിങ്ങളല്ലേ യൂട്യൂബേഴ്സ് എല്ലാം കൂടെ കൊണ്ട് രേണുസുതി അത് ചെയ്തു രേണുസുതി ഇത് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വീഡിയോ ഇട്ടുണ്ട്. നിങ്ങളുടെ ചാനലിൽ തന്നെ എടുത്തു പോയി കാണുന്നത്. നീ ഇപ്പം എത്ര പ്രാവശ്യം റിയാക്ട് ചെയ്തിട്ടുണ്ട്? നിന്റെ ചാനൽ ഡെയിലി കാണുന്ന ഇപ്പൊ പിള്ളേർ കാണുന്ന അവർ തന്നെ ഓർക്കുള്ളൂ ഈ ചേച്ചി ഇന്ന് ഈ രേണുസുതിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്, ഇതെന്താ സംഭവം? അവർ രേണുസുതി ഓട്ടോമാറ്റിക് നിങ്ങൾ കാരണം തന്നെ ഇൻഫ്ലുവൻസ് ആയി പോകത്തില്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരാൾ നന്നാക്കണമെങ്കിൽ ഒരാളെ സമൂഹത്തിന് നന്നാക്കാൻ പറ്റില്ല. ആദ്യം സ്വയം നന്നാവുക, എന്നാൽ മാത്രമാണ് നമ്മുടെ സമൂഹം നന്നാകത്തുള്ളൂ എന്ന് പറയും. നിങ്ങൾക്കതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഈ ഒരു കണ്ടന്റ് എടുത്ത് എപ്പോഴും ചെയ്യാതിരിക്കുക. അപ്പൊ തന്നെ റീച്ച്. ഞാൻ പറയട്ടെ, ബേസിക് എക്സാമ്പിൾ, ഇപ്പൊ രേണുസുതി പൈസ കൊടുത്ത് കുറെ കണ്ടന്റ് ചെയ്തു, ഓക്കെ. ഇപ്പം പറഞ്ഞ പോലെ പച്ചയും ചുമലയും കുതിരയും പിന്നെ മീഡിയ എന്ന് പറഞ്ഞ കുറെ ചാനലുകളുണ്ട്. ഇവന്മാര് പൈസക്ക് എന്ത് കൊടുത്താലും ഇവന്മാർ എന്തും ചെയ്യും. അപ്പം രേണുസുതി പൈസ കൊടുത്ത് ചെയ്യുന്നു, ഓക്കെ. പൈസ ഇവൾക്ക് എവിടുന്നാണ് കിട്ടുന്നത്? നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇവളുടെ കണ്ടന്റ് ചെയ്ത് ഇവളുടെ റീച്ചായി ഇവളെ ഓരോ പരിപാടി ചെയ്ത് ഇവൾക്ക് പൈസ കിട്ടുന്നത് നിങ്ങൾ പറയുന്ന രീതിക്കാണെങ്കിൽ. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഇവളെ കുറിച്ച് വരുമ്പോൾ നിങ്ങളൊരു ചെയ്യുന്ന യൂട്യൂബേഴ്സ് തന്നെ പൈസ കൊടുക്കാത്ത ആൾക്കാർ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാതിരുന്നാൽ തന്നെ അവളുടെ കണ്ടന്റിനകത്ത്, അതായത് അവൾക്ക് റീച്ച് കുറയും ഓട്ടോമാറ്റിക്കലി. എത്ര നാൾ സ്വന്തം കണ്ടന്റ് പൈസ കൊടുത്ത് അവൾ റീച്ച് കയറ്റും അങ്ങനെ ആള്. പിന്നെ അപ്പൊ അത് തന്നെ ആ പ്രശ്നം തീർന്നില്ല. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ആണ്. ഒരാളുടെ ഒരു സംഭവം ഇട്ട് തരുമ്പോ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യണം. തെറ്റ് ശരിയും നമ്മൾ പറയണം. ഒരാൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയുന്ന നീയാണെങ്കിലും ഞാനാണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു കാര്യം തെറ്റ് ശരിയും കറക്റ്റായിട്ട് ജീവിതത്തിൽ എല്ലാ കാര്യം ശരിയായിട്ട് ചെയ്യാൻ പോകുന്നില്ല. ഫസ്റ്റ് ഓഫ് ഒരാളുടെ ഒരു കാര്യത്തെ പറയുന്നത് കുഴപ്പമില്ല, അല്ലെ അയാൾ ചെയ്ത് 24 മണിക്കൂർ അയാളുടെ ഓരോ കുറ്റങ്ങൾ ഇത് കുടുംബശ്രീ സ്ത്രീകൾ കണ്ടുപിടിക്കുന്നത് അല്ലെ 24 മണിക്കൂർ രേണുസുതി അങ്ങനെ. പക്ഷെ ഞാൻ പറയില്ലേ, കഴിഞ്ഞ ദിവസം ആണെങ്കിലും രേണുസുതി വീണ്ടും മറ്റേ വിവാഹ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. എന്നിട്ട് അതിനകത്ത് ബ്രൈഡ് എന്ന് പറയുന്നത് അതാ ഞാൻ ചോദിക്കുന്നത്. അത് നിങ്ങൾ എന്തിനാ അതിനകത്ത് ഫ്രസ്ട്രേറ്റ് ആണ്? അവളുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ അതിനെ തുടർന്നെടുത്ത് കണ്ടന്റ് 24 മണിക്കൂർ ഇടുന്നോണ്ടല്ലേ ഈ റീച്ച് ആയി പോകുന്നത്. ഇപ്പൊ നിങ്ങളത് മൈൻഡ് ചെയ്യാതിരുന്ന് നിങ്ങളെ പോലെ യൂട്യൂബ് ചാനൽസ് ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നാൽ തീരാത്ത പ്രശ്നം നിങ്ങൾ പറയുന്ന പ്രശ്നം. അതായത് നിങ്ങൾ പറയുന്നത് ഇവളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതാണ് റിയാക്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ 24 മണിക്കൂർ ഇവളിങ്ങനെ ചെയ്യാൻ നിങ്ങൾ പറയുന്ന അനുസരിച്ചാണ് ഇവളിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? നിങ്ങൾ 24 മണിക്കൂർ കണ്ടന്റ് ചെയ്യുന്നുള്ള ബേസിക് നോളജ് അവൾക്കുണ്ട്. അല്ലെങ്കിൽ പോലും ഉണ്ടല്ലോ, ആരും റിയാക്ട് ചെയ്തില്ലേ പോലും ഇവള് തന്നെ ഓൾറെഡി ഇവര് റിയാക്ട് ചെയ്തു എന്ന് പറയുന്നു. മനസ്സിലായോ? അതാ പറഞ്ഞ അവളുടെ ചാനലിൽ നിന്ന് ഇടുന്ന വീഡിയോ റീച്ച് ഈ ഒരു കാര്യം മാത്രം ആവശ്യം പിടിച്ചോണ്ടിരിക്കാതെ. അതാ ഞാൻ പറയും, ഇത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് അവള് പലത് അവൾ ഇട്ടോണ്ടിരുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഒരാളിലേക്ക് അതായത് ആൾക്കാരിലേക്ക് ചെല്ലുന്ന അവളുടെ വീഡിയോ മാത്രമല്ല ചെല്ലുന്നത്. നിങ്ങളിങ്ങനെ ഓരോ അവളുടെ വീഡിയോയെ കുറിച്ച് ഇങ്ങനെ ഇട്ടിട്ട് 100 പേര് ഇടുമ്പോഴാണ് ആ വീഡിയോ മാക്സിമം ഗ്രോത്ത് ചെയ്ത് ആ വീഡിയോ പലരിലേക്കും ചെല്ലുന്നത്. അല്ലെ അവളിപ്പോ ഒരു 100 ദിവസം ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാർ മൈൻഡ് ചെയ്ത് ഞാൻ റീച്ച് പോകും. 24 മണിക്കൂർ യൂട്യൂബേഴ്സ് എല്ലാം പറഞ്ഞ് ലോകത്ത് എന്തൊക്കെ കണ്ടിട്ടുണ്ട് 24 മണിക്കൂർ. പിന്നെ എനിക്ക് പേഴ്സണൽ പറയും, ഒരാൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഇവരെല്ലാം പറയും അവൾക്ക് അഭിനയിക്കാറില്ല, ഷോർട്ട് ഫിലിം ചെയ്യാറില്ല, മാങ്ങാത്തൊലി ചെയ്ത്
എടാ എല്ലാവർക്കും എല്ലാം അറിഞ്ഞിട്ടല്ല എല്ലാം ചെയ്യുന്നത്. അവൾക്ക് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഡെവലപ്പറാണ്, എനിക്ക് എന്റെ ഡെവലപ്മെന്റ് ഏറ്റവും കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല, എനിക്ക് അറിയാവുന്നതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവളുടെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ കണ്ട്. പക്ഷെ എന്താണ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇവര് ഈ വളരാൻ സഹായിച്ചവരോട് അറ്റ്ലീസ്റ്റ് ഒരു ഇതെങ്കിലും, ഇതും ഭയങ്കര പുച്ഛം. ഞാൻ ഫുൾ ടൈം മറ്റേ വീഡിയോസിൽ നിന്ന് വീഡിയോസ് ചെയ്യാണ്, ഞാൻ ആൽബം ചെയ്തോണ്ടിരിക്കുകയാണ്, നിങ്ങളൊക്കെ എങ്ങനെയാണ്, മറ്റതാണ് മറിച്ചതാണ്, വീഡിയോസ് ഒക്കെ കണ്ടോ. ഒരാളിങ്ങനെ പറഞ്ഞു നിങ്ങൾ ട്രിഗർ ആകുന്നത് അതിന്റെ എന്താ ആവശ്യം? ഒരു മറ്റൊരാൾ ട്രിഗർ ആകുന്നത് നിങ്ങൾ എന്തിനാ ട്രിഗർ ആകും? എല്ലാവരും പറഞ്ഞു. ഇപ്പൊ നേരെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് സബ്സ്ക്രിപ്ഷനകത്ത് അവള് ഭയങ്കര കുലസ്ത്രീയാണ്. ഞാൻ ചോദിക്കട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ? അവള് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അവളുടെ വീഡിയോ, എന്നിട്ട് അവൾ ആ വീഡിയോ പബ്ലിക് ആക്കിയിട്ട് അവള് പറയുന്നത് മറ്റുള്ള റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് പബ്ലിക് ആക്കിയത് അവളുടെ വീഡിയോസ് എന്ന് അങ്ങനെ പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? റിയാക്ഷൻ ചെയ്യുന്നവരാണ് അവളുടെ വീഡിയോ പബ്ലിക് ആക്കിയെന്ന്. ആക്കി കാണും, എങ്ങനെ അറിയത്തില്ല, എങ്ങനെ അറിയാം ആക്കിയതല്ല. അവള് തന്നെയാണ് ആ ഫോട്ടോസ് ക്ലിക്ക് ബൈറ്റില് ഉള്ളത് ഇൻസ്റ്റയിലൊക്കെ കൊടുക്കുന്നത്. എന്നിട്ട് അവള് തന്നെ ഇതാ ഞാൻ പറയുന്നത്, അവൾ അത് ചെയ്യുന്നത് നിങ്ങൾ അതെടുത്ത് പിന്നെയും കണ്ടന്റ് ആകുമ്പോൾ ഇത് ആൾക്കാരിലേക്ക് പിന്നെയും ചെല്ലുന്നത്. നിങ്ങൾ ഈ 24 മണിക്ക് നീച്ചിട്ട് മുമ്പ് പിള്ളേരുടെ കേസ് പറഞ്ഞു. ഈ നിങ്ങളെടുത്ത് ഈ 24 മണിക്കൂർ ഈ കണ്ടന്റ് ചെയ്യുന്നതുകൊണ്ടല്ലോ ഇത് ഇത്രയും റീച്ച് ആയിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇത് രേണുസുതി ഇത് ഇന്നലത്തെ പബ്ലിക് ഒരു പ്രൈവറ്റ് വീഡിയോ എടുത്ത് പബ്ലിക് ആക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കാണിച്ചു വിട്ടത്? നിന്റെ വീഡിയോ കാണുന്ന ഒരു യൂട്യൂബർ അല്ലെങ്കിൽ 18 വയസ്സായിട്ട് കൊച്ച് ഈ വീഡിയോ ആണോ? അപ്പൊ അവന് ക്യൂരിയോസിറ്റി ഓട്ടോമാറ്റിക്കലി വരത്തില്ലേ, എന്താണ് ആ പബ്ലിക് പ്രൈവറ്റ് വീഡിയോക്ക് എന്ന് കാണുന്നത്? അവൻ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോലെ ഈ കണ്ടന്റ് നീ ചെയ്യുന്നില്ല. ഇപ്പം നീ വേറെ യൂട്യൂബ് ചാനലിൽ കാണുന്നത് നിന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ ഡെയിലി കാണുന്ന കുട്ടി, നീ ഇന്ന് ആ കണ്ടന്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടി ആ വീഡിയോ കാണത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ആ വീഡിയോ കാണത്തില്ലായിരുന്നു. ഓട്ടോമാറ്റിക് ഒരാളേലും ആ വീഡിയോയിലേക്ക് ചെല്ലത്തില്ല. ഇപ്പൊ നീ ആ കണ്ടന്റ് ചെയ്തുകൊണ്ടല്ലേ ഒരാളേലും ആ വീഡിയോയിലേക്ക് ചെന്ന് ഇതെന്താന്ന് തിരിച്ചറിയുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ നിമിഷ ബിജോ പിന്നെ വേറെ ഏതാണ്ട് കുറെ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ചെയ്യുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. അവരെ ആരെയും ഇത്രയുള്ള രീതിയിൽ എന്താ പറയാ, രേണുസുതി ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നു എന്നല്ല, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഞാൻ കയറി കണ്ടിട്ടുമില്ല. പക്ഷെ അല്ലാതെ കണ്ട ഫോട്ടോസൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആക്ച്വലി. അപ്പം ഈ നിമിഷ ബിജോ ഒക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്കൊന്നും അത്രയും നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ അത്രയും പറയുന്നില്ല. രേണുസുതി മാത്രം ഇത്രയും നെഗറ്റിവിറ്റി ഈ ഒരു ഇത്രയും ആൾക്കാരുള്ളടുത്ത് സ്പ്രെഡ് ആക്കുന്ന കാര്യമല്ല. അവള് തന്നെ ഒരാൾക്ക് സ്വയമായിട്ട് നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന ലിമിറ്റ് ഇല്ല. ഇത് ഇങ്ങനെ ഒരാൾ നെഗറ്റിവിറ്റി ഉള്ള നിങ്ങൾ ഇത്രയും പറഞ്ഞ നെഗറ്റീവ് ആണെന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്തിട്ട് എന്തിനെ? നിങ്ങൾക്ക് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ വെച്ച് അവൾ ഒരു കാര്യം ചെയ്ത ഒരു കാര്യം പറയും. ഇത് 24 മണിക്കൂർ നിങ്ങൾ തന്നെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കിക്കൊണ്ടിരിക്കല്ലേ. സോഷ്യൽ മീഡിയ എന്നാണോ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുന്നത്? ഇപ്പൊ രേണുസുതി ഞാൻ നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ സ്പ്രെഡ് ആകത്തില്ലോ. അത് ഓരോരുത്തരുടെ റിയാക്ട് ചെയ്യുമ്പോൾ ഓരോ കണ്ടന്റ് ആക്കുമ്പോഴല്ലേ സ്പ്രെഡ് ആകത്തുള്ളൂ. ഒരാൾ തന്നെ സ്പ്രെഡ് ആക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നിലധികം പേര് ഒരുമിച്ച് കൂടി ഒരു വീഡിയോനെ കുറിച്ച് സംസാരിക്കുമ്പോഴല്ലേ സ്പ്രെഡ് ആകത്തുള്ളൂ. നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ സ്പ്രെഡ് ആക്കുന്നത്. നിങ്ങൾക്കത് മൈൻഡ് ചെയ്യാതെ ഈ വീഡിയോ ഒന്നും സ്പ്രെഡ് ആകില്ലല്ലോ. അവള് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. അവള് ഒരാൾ ചെയ്യുമ്പോഴും 100 പേര് ചെയ്യുമ്പോഴും വീഡിയോ റീച്ച് വ്യത്യാസം. അവൾക്ക് മറ്റേ എന്താ ഇനാഗ്രേഷൻ, ഇവിടെ ഇനാഗ്രേഷൻ, മറ്റേ പല്ലുകട, പൂക്കട, മറ്റേ കട, അവിടുത്തെ എല്ലാം ഇനാഗ്രേഷൻ കിട്ടുന്നില്ലേ? അതുപോലെ നമ്മള് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ കുറെ ആൾക്കാര് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളാ. അപ്പൊ അവരൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ ഈ കാര്യം അറിഞ്ഞിട്ട് എന്താ വ്യത്യാസം? സപ്പോർട്ട് മാറണം. മാറിയോ? അവളെ മാറിയോണ്ടാണ് ഇത്രയും പേര് ഇപ്പോഴും അവളെ പൊക്കിക്കൊണ്ടൊക്കെ ഇഷ്ടം. അവളുടെ കമന്റ് ബോക്സിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അത് അവള് പൈസ കൊടുത്ത് വെക്കുന്നതായിരിക്കും. എത്ര നാൾ പൈസ കൊടുത്ത് വെക്കും? ഈ പൈസ കൊടുത്ത് വെക്കുന്ന അവൾക്ക് ഇവിടുന്ന് പൈസ കിട്ടുക എന്ന് പറഞ്ഞേ, പൈസ എവിടെ നമുക്ക് കിട്ടുന്നത്? അങ്ങനെ ഞാൻ പറയട്ടെ, ഒരു സുധിയുടെ ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. രേണുസിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഇത് പറഞ്ഞു. രേണുസിനെ സപ്പോർട്ട് ഒരു തെറ്റെടുത്ത് നടന്നു. ആ തെറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു തെറ്റ് കണ്ടുവരുമ്പോൾ എന്താ ചെയ്യണ്ടേ? ആ തെറ്റ് തിരുത്താനാണ് നോക്കണ്ടേ. ആ തെറ്റിന് ഇവിടെ ഉണ്ടാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അത് തെറ്റൊന്നും വലിയ വെളിപ്പെടുത്തി ഇതൊരു തെറ്റാന്ന് എല്ലാവർക്കും പറയാൻ ഭയങ്കര എളുപ്പം. ഒരു കാര്യം കണ്ട് ഒരാളെ മാറ്റി നിർത്താനും ഇവിടെ വെറുതെ തെണ്ടിത്തരാം അല്ലെങ്കിൽ ഇത് തെറ്റാ ശരിയല്ല തെറ്റാന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പം. പക്ഷെ അവിടെ ചെയ്യേണ്ടത് ആ തെറ്റ് ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ഇപ്പൊ ഇവിടെ ഒരു തെറ്റുണ്ടാകുമ്പോൾ നിങ്ങൾ കാരണം തന്നെ ആ തെറ്റ് 10 തെറ്റായി മാറും. അതിന് ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ. നിങ്ങളിപ്പോൾ തെറ്റെന്ന് പറഞ്ഞ കാരണം അത് പിന്നെ ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തന്നെ. ഈ സോഷ്യൽ മീഡിയയൊക്കെ അനാവശ്യമായിട്ട് കൊണ്ടുവന്ന് ഇവളുടെ കാര്യങ്ങൾ എടുത്ത് റീച്ചാക്കി നിങ്ങൾ തന്നെ അതിന് സ്പ്രെഡ് ആക്കുന്നത്. നമ്മൾ പറയുന്നത് ഈ കൊച്ചുകുട്ടികൾ കാണുന്ന ഈ ഒരു സൈറ്റിൽ തെറ്റ് ഏതാ ശരി ഏതാന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതാണ് ഇതിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. പിന്നെ ഇവൾക്കെതിരെ കുറെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് മീൻസ് റിയാക്ഷൻ ചെയ്യുന്നത്.
മനസ്സിലായി. അതാ പറഞ്ഞ അങ്ങനെ അവള് റിയാക്ഷൻ അവള് ചെയ്യുമ്പം അതിനകത്തേക്ക് നിങ്ങൾ തന്നെ പോയി പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അനാവശ്യമായിട്ട് ആൾക്കാരെ കൂട്ടുന്നത്. നിങ്ങൾ ഇപ്പൊ ഒരു 100K അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ചാനലിൽ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ ആ 100K സബ്സ്ക്രൈബേഴ്സ് അടുത്തേക്ക് ഈ വീഡിയോ ചെല്ലുമോ, ഓട്ടോമാറ്റിക്കലി ഇത് അറിയാത്ത ആൾക്കാർ അതിനകത്ത് 100K ഒരു 10K ആൾക്കാർ. രേണു സുധീനെ നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? രേണു സുധീർ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഒരുവിധം കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി എനിക്കില്ല. കാരണം അത് പുള്ളിക്കാരുടെ പേഴ്സണൽ കാര്യം. പുള്ളിക്കാരി ഷോർട്ട് ഫിലിം അഭിനയിച്ചു, പുള്ളിക്കാരി തോന്നുന്ന പോലെ അഭിനയിച്ചു, അത് പുള്ളിക്കാരുടെ പേഴ്സണൽ കാര്യം. അതിനകത്ത് വേണേൽ അഭിപ്രായം പറയാം. അത് ഇപ്പൊ ഒരു സിനിമ ആണെങ്കിൽ ശരി, നമ്മൾ സിനിമ കാണുന്ന ആളെ നമ്മുടെ ഡാറ്റ യൂസ് ചെയ്ത് നമ്മൾ മൊബൈൽ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് നമ്മൾ സിനിമ കാണുന്ന ആളെ നമുക്ക് അതിന്റെ അഭിപ്രായം പറയാൻ അതിന് കുഴപ്പമില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഒരു ലിമിറ്റിൽ കൊള്ളുമെന്ന് എനിക്ക് താല്പര്യം. ടാർഗറ്റ് ഒന്നും അല്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഓരോ ദിവസം ഓരോ കണ്ടന്റ് ഇട്ടോണ്ട് നല്ല വീഡിയോ ചെയ്യട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ വീഡിയോ ചെയ്തവരൊക്കെ തന്നെ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുന്ന ആൾക്കാരാണ്. ഒരു ഇതുമില്ല. ഏത് അന്ന് യൂട്യൂബിൽ എല്ലാ ഏത് വീഡിയോക്ക് 100% ലൈക്കുള്ള ഡിസ്ലൈക്ക് ഇല്ലാത്തൊരു വീഡിയോ പറഞ്ഞല്ലോ, എത്ര നല്ല കണ്ടന്റ്. അത് അങ്ങനെ തോന്നല. അത് ഒരാൾക്ക് ഞാൻ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ അവരൊക്കെ നല്ലത് കണ്ടാൽ നല്ലത് കാണും. റിയാക്ഷൻ ചെയ്യുന്നവരുടെ വീഡിയോക്ക് ഫുള്ള് ലൈക്ക് വന്നു, ഒരു ഡിസ്ലൈക്ക് പോലും ഇല്ലാത്ത വീഡിയോ ഉണ്ടായതിലും അവന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം. തെറ്റെന്ന് പറഞ്ഞ സാധനമല്ലേ നിങ്ങളടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളാണേലും നല്ലത് കണ്ടാൽ നല്ലതാന്ന് പറയുന്ന ആൾക്കാർ വ്യത്യാസമുണ്ട്. എന്റെ നല്ല അല്ലായിരിക്കും നിന്റെ അല്ല. അതുകൊണ്ട് മനസ്സിലാവും. ഓരോരുത്തർക്കും ഓരോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കേട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് അയക്കാം, ഡിസ്ലൈക്ക് ചെയ്ത് നിങ്ങൾ പൊക്കോ. പിന്നെ അതെടുത്ത് കണ്ടു നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടോ? രേണുസുതി പറഞ്ഞു എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുന്നു വീട്ടിൽ എന്ന് പറയുന്നുണ്ട്. രേണുസുതി ഫാൻ ആയതുകൊണ്ടൊന്നും ഞാൻ പറയാം. എനിക്ക് പുള്ളിക്കാരി ചെയ്തെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നില്ല കുറെയൊക്കെ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു അനാവശ്യം ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ളവരാണ് ഇപ്പൊ ഇത്രയും വലിയൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇവർ ഇത്രയും ഇതുമായിട്ട് ആക്റ്റീവായിട്ട് ഈ കാര്യം വിട്ട് കളയുമായിരുന്നെങ്കിൽ ഇത്രയൊന്നും രേണുസുതി എന്ന് പറഞ്ഞ ആൾ ഇത്രയൊന്നും ഈ ലെവലിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഇത് ഇവർ തന്നെ അനാവശ്യമായിട്ട് സ്പ്രെഡ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയുന്ന ഇവരും കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ അല്ല നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടി നിങ്ങളെല്ലാം കണ്ടന്റ് ചെയ്തേ പൈസ ഉണ്ടാക്കാൻ തന്നെയല്ലേ. ഈ രേണുസുതിയും പൈസ ഉണ്ടാക്കാനാണല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ എന്താ വ്യത്യാസം? നിങ്ങൾ ഇതൊരു കുറ്റം പറയുന്നതിനാ. അവള് പൈസ ഉണ്ടാക്കാൻ അവളുടെ കാര്യം ചെയ്യുന്നു, നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ അവൾക്ക് വീട് കൊടുത്തു, സ്ഥലം കൊടുത്തു, അവരെയൊക്കെ കുറ്റം പറയേണ്ട കാര്യമുണ്ട്. അവള് കാരണം ഇനി അവരാർക്കെങ്കിലും വീട് കൊടുക്കോ, അവരാർക്കെങ്കിലും സ്ഥലം കൊടുക്കോ, കൊടുക്കോ? അല്ല അത് ഞാൻ പറയട്ടെ. ഞാൻ ആ കാര്യം രേണുസുതി ശരിയാന്നല്ലേ ഞാൻ പറഞ്ഞ കാര്യം. രേണുസുതി ഇങ്ങനെ ചെയ്യുന്ന തെറ്റ്, നിങ്ങൾ തന്നെ പറയുന്ന തെറ്റ്. ഈ തെറ്റ് നിങ്ങൾ കാര്യം പറഞ്ഞാൽ ഈ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആയി പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ രേണുസുതി വീണ്ടും തെറ്റിയ നമുക്കിപ്പോ ഒരു നെഗറ്റീവ് കാണുമ്പോ അല്ലെങ്കിൽ ഒരു സംഭവം കാണുമ്പോ നമുക്ക് പറയാനുള്ള അഭിപ്രായം നമുക്ക് പറയണമെന്ന് വരില്ലേ? അതാണ് ഒരു നെഗറ്റീവ് പറഞ്ഞു. 24 മണിക്കൂർ അവിടെ ഇത് നെഗറ്റീവ് എടുത്തെടുത്ത് എന്തിനാ പറഞ്ഞു? ഇപ്പൊ ഒരു വ്യക്തിക്ക് എന്തായാലും തെറ്റുകൾ പറ്റും. അതിന് അല്ല രേണുസുതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഒരു വ്യക്തിക്ക് തെറ്റ് വരും. അവൻ ചെയ്ത ഓരോ തെറ്റ് ഇങ്ങനെ പുറകെയാണ് ഇതാ തെറ്റ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യം എന്താണ്? ഇപ്പൊ നിങ്ങൾ പറയുന്നു ഈ രേണുസുതി ചെയ്യുന്ന കാര്യങ്ങൾ പിള്ളേരിലേക്ക് അവളിലേക്കൊക്കെ എത്തി അത് അവരെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത് അവൻ ഇങ്ങനത്തെ ചിന്താഗതി സംഭവിക്കുമെന്ന് പറയുന്നു. അവളങ്ങനെ അവൾക്ക് വീണ്ടും ഇങ്ങനെ നെഗറ്റീവ് കാര്യം സ്പ്രെഡ് ചെയ്യാൻ തോന്നുന്നത് നിങ്ങൾ കൊടുക്കുന്ന റീച്ച് തന്നെയല്ലേ? നിങ്ങൾ ഈ റീച്ച് കൊടുത്തിട്ട് അവളിങ്ങനെ 24 മണിക്കൂർ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞ പോലെ ഓരോ ചാനലിനെ ഒരു പൈസ കൊടുത്ത് അവൾ ചെയ്യിപ്പിക്കും ഒരു 10-20 പ്രാവശ്യം. നിങ്ങൾ ഈ സ്പ്രെഡ് ചെയ്ത് റവന്യൂ അവൾക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അവൾക്ക് പിന്നെയും പൈസ കൊടുത്ത് വേറെ ചാനൽ ചെയ്യാൻ പറ്റുന്നേ. പക്ഷെ ഞാൻ എന്തായാലും എന്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു. നിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. നിന്റെ അഭിപ്രായം രേണുസുതി കാര്യമാണെങ്കിലും ഒരു തെറ്റായിട്ട് ഞാൻ കണ്ട അത് ഞാൻ റിയാക്ട് ചെയ്യും. അത് 24 മണിക്കൂർ ഇപ്പൊ ഞാൻ നിന്റെ തെറ്റ് കണ്ടു. 24 മണിക്കൂർ നിന്റെ തെറ്റെന്ന് പറഞ്ഞ് എടുത്ത് പറയുന്നതല്ല നല്ല കാര്യം. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം അവിടെ തെറ്റുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ ഒരു തെറ്റ് കണ്ടു, ഒരു കാര്യം കണ്ടു, അത് നീ കാണുമ്പം ഒന്നെങ്കിൽ എനിക്ക് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാം. പക്ഷെ രേണുസുതിന് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കുക. എന്നാൽ പോലും ആ തെറ്റിന് സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നിനക്ക് ചെയ്യാൻ നോക്കണ്ടേ. അല്ലാതെ ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വളരെ എളുപ്പമാണ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ എളുപ്പമാണ് ഒരാളെ തെറ്റ് കണ്ടെടുക്കുക. പക്ഷെ ആ തെറ്റിന് സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എന്ത് ചെയ്യാം, അത് ചെയ്യുന്നതിൻ്റെ കാര്യം. അല്ല നിങ്ങൾക്ക് ഇപ്പം സോഷ്യൽ മീഡിയ നിങ്ങൾ അവളൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ ആ നെഗറ്റിവിറ്റി എടുത്ത് നിങ്ങൾ തന്നെ വീണ്ടും സ്പ്രെഡ് ആക്കേണ്ട ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ റീച്ചായി പോകുന്നില്ലല്ലോ. അപ്പം നിങ്ങളൊരു 10 പേര് നിങ്ങളിപ്പം മറ്റേ പച്ചക്കറി നീലക്കൂലൊക്കെ പോട്ടെ, അല്ലാതെ നിങ്ങളെ പോലുള്ളവർ ഇവളുടെ കണ്ടന്റ് ഒരു 24 മണിക്കൂർ എടുത്ത് റിയാക്ട് ചെയ്ത് അത് മൈൻഡ് ചെയ്ത് വിട്ട് ഒരു 10 പ്രാവശ്യം വിട്ട് കഴിയുമ്പോൾ തന്നെ അവളുടെ റീച്ച് പോയി. അപ്പോൾ ഇത്രയും പേരിലേക്ക് എത്തുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ യൂട്യൂബിനകത്ത് ഇവളുടെ വീഡിയോ ഇടുന്നതോടെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഈ വീഡിയോ ചെല്ലുക. ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്തവർ ഇതിനെക്കുറിച്ച് അറിയുന്നു, ഇതെടുത്ത് നോക്കുന്നു, ചെയ്യുന്ന പരിപാടിയെല്ലാം കാണിക്കുന്നു. ഇത് നിങ്ങൾ തന്നെ സ്പ്രെഡ്, നിങ്ങൾ തെറ്റെന്നും പറഞ്ഞു നിങ്ങൾ തന്നെ ആ തെറ്റിനെ അടുത്ത് സ്പ്രെഡ് ചെയ്ത് നാട്ടിലേക്ക് എത്തുന്നു. ഇതിനകത്ത് എന്താണ് നിങ്ങൾ അവളും ചെയ്യുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മള് ഒരു തെറ്റ് കണ്ടാൽ എന്താ തെറ്റായിട്ട് പറയും.
അതാണ് റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരുടെ എന്ത് തെറ്റ് കണ്ടാലും 24 മണിക്കൂർ ഒരാളുടെ തെറ്റ് 24 മണിക്കൂർ അയാൾ ചെയ്ത് എല്ലാം കണ്ടുപിടിക്കാൻ അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി എനിക്ക് പറയാം, ഒരാൾ ചെയ്ത് തെറ്റ് പറഞ്ഞു 24 മണിക്കൂർ അയാൾ എന്ത് തെറ്റ് അയാളെ ഇട്ട് തരുവാണല്ലോ, കണ്ടന്റ് ഇട്ട് തരുമ്പോ നമുക്ക് പറയാം. ഇതൊരുമാതിരി മീൻകുളത്തിൽ പോയി പുഴു വിടുമ്പോ മീൻ ചാടി വീഴുന്നവരെ നിങ്ങൾ 24 മണിക്കൂർ അവളുടെ തെറ്റ് കണ്ടുപിടിക്കാൻ നിൽക്കുന്നതിന് അവൾ ഇട്ടത് നിങ്ങൾ പിടിക്കുന്നതുകൊണ്ടല്ല അവൾ പിന്നെ ഇട്ട് വരുന്നത്. നിങ്ങളത് പിടിക്കാതിരുന്നു കഴിഞ്ഞാലോ, ഒരു കുളത്തിൽ കൊണ്ടെടുത്ത ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ഒരു 10 മീനുകൾ പിന്നെ മീനുകളൊന്ന് കയറി പിടിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരു കുളത്തിൽ കൊണ്ട് ചൂണ്ടിട്ട് മീനുകളൊന്ന് കയറി പിടിക്കും. പിന്നെ അപ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇനി ഞാൻ ചൂണ്ടിട്ട് അടുത്ത മീൻ വരുന്നത്. ഒരു ഇതേ സമയത്ത് മീനുകൾ നടത്തും, ഞാൻ ഈ ചൂണ്ട പിടിക്കുന്നില്ല 2 പ്രാവശ്യം വെച്ച് അയാൾ ഓട്ടോമാറ്റിക്കലി ആ കുളത്തിൽ നിന്ന് മാറിപ്പോക്കോളും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അനാവശ്യമായിട്ട് ഇവർ സ്പ്രെഡ് ചെയ്ത് കയറ്റി ഇവരെ റീച്ച് ആക്കുന്നതിന് വരെ നിങ്ങൾ തന്നെ മൈൻഡ് ചെയ്യാതെ തന്നെ ഈ റീച്ചും പോയി ആൾക്കാരിലേക്ക് ഈ പ്രശ്നം വരത്തില്ല. ഈ രേണുസുതി ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നത് നിങ്ങൾ ഒറ്റ ആൾ കാരണം, നിങ്ങൾ യൂട്യൂബേഴ്സ് കാരണം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അല്ലെ അവൾ തന്നെ പരിപാടി നിർത്തിപ്പോയതിന്. പിന്നെ അവൾ അത് ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം പിന്നിച്ച് അതിനകത്തും കുറ്റം പറയുക ഒരു കാര്യം. കാരണം അത് വ്യക്തിപരമായ താല്പര്യം, അവൻ എന്തെങ്കിലും നിൽക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ ഡാറ്റ നമ്മൾ മേടിച്ച് കാണുന്നതാണ്, നമുക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് 24 മണിക്കൂർ കുറ്റം പറയുന്നത് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അത് കണ്ട് തെറ്റായി പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഒരു ഇത് കൊടുക്കണം. ഞാൻ എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് സമൂഹത്തെ രക്ഷപ്പെടുത്തുവന്ന് 24 മണിക്കൂർ കണ്ടന്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യം ചെയ്ത് സമൂഹത്തിലേക്ക് വീണ്ടും ഇതുപോലത്തെ കാര്യങ്ങൾ സ്പ്രെഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിനെ രക്ഷപ്പെടുത്താൻ വലിയ ബാധ്യതയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കാര്യം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അല്ലെ 24 ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഗൈസ്. ഞാനും എന്റെ തീരുമാനത്തിൽ ഉറച്ചു. ഞാൻ രേണുസുതി സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇപ്പോഴും മനസ്സിലാക്കി. ഞാൻ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ രേണുസുതി ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാന്ന് ഇവർ പറയുകയും ചെയ്യും. ഈ തെറ്റിനെ ഇവർ തന്നെയാണ് ആൾക്കാരിലേക്ക് എത്തിച്ച് ഒരു ചെറിയ തെറ്റിന് പിന്നെ വലിയ തെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്റെ അഭിപ്രായം ഇതാണ്. എന്റെ അഭിപ്രായം ഇതാണ് ഗൈസ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കേട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അടിച്ചു പിരിഞ്ഞ് മറ്റൊരു വീഡിയോ ഞങ്ങൾ ഉടനെ വരും. അതുവരേക്കും ഇറ്റ്സ് മീ അഭിജിത്ത്, ദിസ് ഇസ് ചഞ്ചൽ ആൻഡ് വി ആർ സൈനിങ് ഓഫ്. ബൈ.